ഇമാം ബുഖാരിക്ക് 3 ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ടെന്ന് ഇമാം ബുഖാരിനെ പറഞ്ഞത്. ഒരു ഹദീസ് ഇഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ അത് നബിയിൽ നിന്ന് ഇദ്ദേഹം വരെ എത്തുന്ന പരമ്പര അടക്കം ഇഫ്ലാക്കണം. പിന്നെ അഴ്മാലു ബിൻ നിയ്യാത്ത് ഒരു ഹദീസ് അത് ഇഫ്ലുണ്ട് പറയണമെങ്കിൽ നബിയിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹം ആരോട് പറഞ്ഞു, അദ്ദേഹം ആരോട് പറഞ്ഞു, അദ്ദേഹം ആരോട് പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, നബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ആ ടെക്സ്റ്റും. അതാണ് ഒരു ഹദീസ് ഇഫ്ലു പറഞ്ഞത്. അതേ ഹദീസിന്റെ ഈ പരമ്പരയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരാളെ പേര് മാറി വേറെ ആളെ പേരായിട്ടുള്ളത്, അത് മറ്റൊരു ഹദീസാണ്, അത് ഇഫ്ലാക്കണം. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇഫ്ലാക്കണം. അതാണ് ഇതിന്റെ മാനദണ്ഡം. അതുപോലെ ഇഫ്ലാക്കി പോകുന്നതാണ്. ഇമാം ബുഖാരിയെ പരീക്ഷിച്ച സംഭവമുണ്ട്. ഇമാം ബുഖാരി ബഗ്ദാദിലെത്തി. അന്ന് ഇമാം ബുഖാരി അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇമാം ബുഖാരി ചെറിയ പ്രായത്തിലെ വലിയ പ്രശസ്തനായ ആളാണ്. 16-ാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി ആദ്യത്തെ കിതാബ് എഴുതിയത്. 1-ാമത്തെ കിതാബ് ഇമാം ബുഖാരി എഴുതുമ്പോൾ ഇമാം ബുഖാരിക്ക് 16 വയസ്സ് പ്രായമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹദീസ് ഉദ്ധരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് മീശ മുളച്ചിട്ടില്ല എന്നാണ് ഇമാം ബുഖാരി തന്നെ പറഞ്ഞത്. ഹദീസ് ഉദ്ധരിക്കാൻ ആരംഭിച്ച കാലത്ത് എനിക്ക് മീശ മുളച്ചിരുന്നില്ല. അത്ര ചെറുപ്പത്തിൽ ഈ രംഗത്ത് വലിയ വൈദഗ്ധ്യം സ്ഥാപിച്ചതാണ് ഇമാം ബുഖാരി. അദ്ദേഹം ബഗ്ദാദിൽ വന്നപ്പോൾ ഹദീസ് പണ്ഡിതന്മാർ തീരുമാനിച്ചു, ഇങ്ങനെ ഇമാം ബുഖാരി വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വലിയ പേര് കേട്ടാലാണ് ചെറുപ്പക്കാരനെന്ന്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ എന്നാണ്. അങ്ങനെ അവർ 100 ഹദീസ് അവർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ 100 ഹദീസുകളെ ഇതിൻ്റെ സനദുകൾ അഥവാ ഈ പരമ്പരകളിൽ വന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തു. ഒരു ഹദീസ് എടുക്കും, നബീനെ കേട്ട സ്വഹാബി, സ്വഹാബിന് കേട്ട താബിഴി, താബിന് കേട്ട താബിഴി, ഇങ്ങനെ ഈ പേരെല്ലാം കൂടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് ഈ 100 ഹദീസ് ഇമാം ബുഖാരിന്റെ മുമ്പിൽ വന്നിട്ട് ഓരോരുത്തരും 10 എണ്ണം ഇതിൻ്റെ പേരെടുത്തു. 10 ആൾ വന്നിരിക്കുന്നു. ഞാൻ കുറച്ച് സംശയം ചോദിക്കാണ്ടതാണ്, ആയിക്കോട്ടെ ചോദിക്കാതെ. അപ്പോൾ ഒരാൾ 10 ഹദീസ് പറയും. ഈ ആളുകളെ പേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തവർ പറയണത്. 1-ാമത്തെ ആൾ 10 എണ്ണം പറഞ്ഞു, ഇമാം ബുഖാരി കേട്ടുന്നു. 2-ാമത്തെ ആൾ 10 എണ്ണം പറഞ്ഞു കേട്ടുന്നു. ഇവിടെ ഓരോരുത്തരെ 10 എണ്ണം പറയണം, ഇമാം ബുഖാരി മിണ്ടുന്നില്ല. അപ്പോൾ ഇതപ്പോൾ വലിയ ആൾ, നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. 10-ാമത്തെ ആളും 10 എണ്ണം പറഞ്ഞപ്പോൾ 100 എണ്ണം പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ കഴിഞ്ഞു ആണ്. ഇമാം ബുഖാരി ആദ്യം ഈ 10 ആൾ പറഞ്ഞ ആ ഓർഡറിൽ 100 എണ്ണം പറഞ്ഞു കൊടുത്തു. നീ പറഞ്ഞ 1-ാമത്തെ ഹദീസ് ഇതാണ്, 2-ാമത്തെ ഇതാണ്, 3-ാമത്തെ ഇതാണ്. ആ ഓരോന്നും ഇവരിപ്പോൾ തെറ്റിച്ചു പറഞ്ഞ ഓർഡറിൽ ഇമാം ബുഖാരി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ 1-ാമത്തെ ഹദീസിലെ 3-ാമത്തെ ആൾ, ഇദ്ദേഹം പറഞ്ഞ 7-ാമത്തെ ഹദീസിലെ 2-ാമത്തെ ആളാകുന്നു. ഇദ്ദേഹം പറഞ്ഞ 5-ാമത്തെ ഹദീസിലെ 3-ാമത്തെ ആൾ, മറ്റേ ആൾ പറഞ്ഞത് 4-ാമത്തെ ആളാകുന്നു. ഇങ്ങനെ ഈ 100 ഹദീസും അതിന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് മാറ്റിക്കൊടുത്തില്ല. ഇതാണ് എൻ്റെ വസ്തുത. ഇതാണ് ഇമാം ബുഖാരി. എന്നിട്ടാണ് നമ്മളിപ്പോൾ വരുന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞത് ഖുർആനെതിരാന്ന് പറയുന്നത്. ഈ കോലത്തിലുള്ള ഒരു മനുഷ്യൻ ചെയ്തു വെച്ച സേവനം വിശുദ്ധ ഖുർആൻ ഒരു ആവശ്യം പോലും ഒരു പക്ഷെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതിയിട്ട് പോലും ഇല്ലാത്ത, ഖുർആൻ ഹിഫ്ള് പോലും ഇല്ലാത്ത നമ്മളൊക്കെയാണ് കയറി നിട്ട് ആ പറഞ്ഞത് ശരിയല്ല, അത് ഖുർആനെതിരാണ്, അത് ബുദ്ധിക്കെതിരാണ് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വലിയ കിബ്റാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്.